അങ്ങനെ നമ്മുടെ വെള്ളരിക്ക സ്പെഷ്യൽ താളിപ്പ് ശരിയായിട്ടുണ്ട്. നോക്കിക്കേ, വെള്ളരിക്ക മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ സ്പെഷ്യൽ എല്ലാം വഴിയേ കാണാം കേട്ടോ എന്താണെന്ന്. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി കഴിക്കണം. എല്ലാവരും വയ ഉണ്ടാക്കുന്ന കാണണ്ടേ? അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പോകണം. പിന്നെ നിങ്ങളുടെ ചൂണ്ടുവിരൽ നിങ്ങളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ഒന്ന് ടച്ച് ചെയ്ത് പോകണേ. വേറെ പണിയൊന്നും ഇല്ലല്ലോ ആ വിരലിന്. അപ്പോൾ ആ വിരൽ കൊണ്ട് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാകത്തില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയും കിട്ടും. അപ്പോൾ എല്ലാവരും വയോ നമുക്ക് കാണാം. ഹലോ ഗൈസ്, കണ്ട ഒരു 4 കുഞ്ഞ് വെള്ളരിക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു കറി വെക്കാൻ പോവാണ്. വെക്കുന്നത് എന്താന്ന് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം വെള്ളരിക്ക കണ്ടോ, വലിപ്പം കണ്ട കുഞ്ഞ് വെള്ളരിക്ക കേട്ടോ. 4 ഉണ്ടായിരുന്നു കേട്ടോ. നോക്കിക്കേ, ഇത് വെള്ളരിക്കയാണ്, ചെറിയ വെള്ളരിക്ക. ചെറിയ വെള്ളരിക്കയ്ക്ക് നല്ല കയ്പുണ്ടാവും, പക്ഷെ ഇതിന് കയ്പൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ, വലുതായിട്ട് അരിയരുതേ. നമുക്ക് വെക്കുന്ന കാണണ്ടേ, വായോ. വെള്ളരിക്കയല്ല, അതേ കൈ നമ്മൾ ഒരു പാത്രത്തിൽ ചരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ശകലം മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് അങ്ങ് അവിഞ്ഞു പോകരുത്, ചെറുതായിട്ട്. നമ്മളിതൊന്ന് താളിച്ചെടുക്കാൻ പോവാം. അപ്പം കുമ്പളങ്ങ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നോക്കണം കേട്ടോ. എന്നിട്ട് കണ്ടുകൊണ്ടിരിക്കണം, എന്നാലേ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് കണ്ടോ. ഞാൻ ചട്ടി എടുപ്പ് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2-3 പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രമാണ്. 2-3 മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു പരുവൻ ചതച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി വഴറ്റാം നമുക്ക്. ഇതെല്ലാം കൂടെ നല്ല ഇളക്കി അങ്ങ് വഴറ്റിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാമേ. വേണമെങ്കിൽ നോക്കിയിട്ടിട്ടാൽ മതി. നമ്മൾ ഓൾറെഡി വെള്ളരിക്കകത്ത് ഉപ്പിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതി. ഇതൊരു സ്പെഷ്യൽ ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് നോക്കിയിട്ട് ചെയ്ത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. കഴിച്ചിട്ട് പറയണം കൊള്ളാവോ ഇല്ലയോ, ഇതെന്താ സ്പെഷ്യലെന്ന് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഉണ്ട് കേട്ടോ. വലിയ എരിവില്ലാത്ത മുളക്, വലിയ മുളകാണ് കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയുണ്ട്. നമ്മുടെ വീട്ടിലെ കറിവേപ്പിലയാണ്, പക്ഷേ എല്ലാം അങ്ങ് ചെറുതായി ഇപ്പോൾ മുരടിച്ച് പോയി. കണ്ണ് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ, കംപ്ലീറ്റ് പോയി ഒക്കെ. അതുകൊണ്ട് അതങ്ങ് ചെറുതായി പോയി ഇല. അപ്പം ആ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടട്ടെ. എന്നിട്ട് നമുക്ക് വീണ്ടും സവാള ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സവാള 2 എടുത്തത് ഒരു ഇച്ചിരി ക്വാണ്ടിറ്റിക്ക് വേണ്ടി കേട്ടോ, അല്ലാതൊന്നുമല്ല, തീരെ കുറവായിരിക്കും അത്. അതുകൊണ്ട് ഞാൻ 2 സവാള ഇട്ടേ ഉള്ളൂ. 1 മതി സവാള. വേണമെന്നവർക്ക് 2 എടുക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ വാടണം കേട്ടോ, നല്ലപോലെ വഴരണം. പച്ച ചവയ്ക്കരുത്, അതാണ് ഇതിൻ്റെ ആവശ്യമേ. ഇതെല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം ഇട്ട് കൊടുക്കാം. അതാണ് നമ്മുടെ സ്പെഷ്യൽ താളിപ്പൊന്ന് ഞാൻ പറഞ്ഞത്. 5-6 കൊഞ്ചുണ്ട്, ഇട്ട് കൊടുക്കാം നമുക്ക്. കുറച്ച് കൊഞ്ചേ ഉള്ളൂ, ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കാം. നമ്മുടെ കൊഞ്ച് ഉള്ളി എല്ലാം കൂടെ നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടില്ല, കൊഞ്ചിച്ച് കൂടെ വേവാനുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി പെരിഞ്ഞീരത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുവാണ്. കാര്യം നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മഞ്ഞപ്പൊടി കൂടുതൽ വേണ്ട കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടിയും പെരിഞ്ഞീരത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തുവേ. ഇത്രയും ടേസ്റ്റുള്ളൊരു സംഭവം നിങ്ങൾ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാകത്തില്ലെന്ന് ഉറപ്പാണ്. ഞാൻ ഇതുവരെ എവിടെ കാരണം ഇതെൻ്റെ അമ്മയുടെ മാത്രം ഒരു കുക്കാണ് കേട്ടോ. നല്ലൊരു അമ്മ കുക്ക് ചെയ്യുന്നൊരു സാധനം ഇത് കേട്ടോ. വേറെ ആരും ഇത് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. എൻ്റെ നാട്ടിൽ പോലും ആരും ചെയ്യാറില്ല. പക്ഷേ ഇതെൻ്റെ അമ്മ മാത്രം ചെയ്ത് കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് എപ്പോഴും കൊഞ്ച് കിട്ടും കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ ചെറിയ വള്ളങ്ങളുണ്ട്. അപ്പോൾ ആ വള്ളത്തിൽ പോകുന്നവർ രാത്രി പോയിട്ട് രാവിലെ വരുമ്പോൾ അവർ ഞങ്ങൾക്ക് മീനും കൊഞ്ചൊക്കെ കൊണ്ട് തരും. അപ്പോൾ ഞങ്ങളുടെ അമ്മയെല്ലാം കൊഞ്ചങ്ങ് മാറ്റി വെക്കും ഞങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി തരാനായിട്ട്. മിക്കപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ നേരെ ഇളയ ആങ്ങളെയും 3ാമത്തെ അനിയത്തി, ഞങ്ങൾ 3 പേര് അന്ന് സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികൾ. അപ്പോൾ ഞങ്ങളിതാ മിക്കപ്പോഴും ഞങ്ങൾക്ക് വെച്ച് തരും കേട്ടോ. അത്രയും നല്ല ടേസ്റ്റുള്ളതാണ് ഇത്. ഒരു ദിവസങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് വെച്ച് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ. എന്നിട്ട് എന്നോട് പറയണം ഞാൻ പറയുന്നത് ശരിയാണോ. നിങ്ങൾ എന്നിട്ട് എന്നോട് പറയണം എന്ത്, ഈ കറി കൊള്ളാമെന്ന്. കറിയല്ല, ഈ താളിപ്പ് കേട്ടോ. നോക്കിക്കേ,
അടിപൊളിയാണ്, അടിപൊളി. ഇച്ചിരി സമയം എടുക്കും നല്ല വൃത്തിക്ക് ചെയ്യണമെങ്കിൽ. ഇതുപോലെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ടേസ്റ്റായിട്ടും ചെയ്യണമെങ്കിൽ നല്ല പോലെ സമയമെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് മെനക്കെടണം നല്ലപോലെ. നല്ല എന്ന് വെച്ചാൽ ശകലം സമയം എടുക്കണം. ഇത് ഇളക്കി കൊടുക്കണം ഇങ്ങനെ. കരിയാനോ കേടാവാനോ ഒന്നും പാടില്ല കേട്ടോ. കണ്ടാ കളർ കണ്ടതിൻ്റെ ആ കളർ പോലെ തന്നെ നല്ല സൗന്ദര്യമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരൊറ്റ അടപ്പ് കണ്ട, ഈ അടപ്പ് കണ്ട, ഈ ഒരടപ്പ് വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കൊഞ്ചുള്ളത് കൊണ്ടാണ് കേട്ടോ. കൊഞ്ചില്ലാതെ ചെയ്യുകയാണെങ്കിൽ വിനാഗിരിയുടെ ആവശ്യമില്ല, അല്ലാതെ തളിച്ചെടുത്താൽ മതി. പക്ഷേ കൊഞ്ചിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പം ഒരടപ്പ് വിനാഗിരി വെച്ചിട്ടുണ്ട്. ആ കൊഞ്ചിനൊരു ടേസ്റ്റ് വരാൻ ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമുക്കിത് കണ്ട നോക്കിയാൽ ഇപ്പം ഇതിനകത്ത് വെള്ളരിക്ക ഇടാതെ തന്നെ നമുക്ക് ഇതുപോലെ എടുത്ത് വെച്ച് അങ്ങ് ചോറ് കഴിക്കാം. ഭയങ്കര ടേസ്റ്റ്, അപാര ടേസ്റ്റാണ് കേട്ടോ, അപാര ടേസ്റ്റ്. ഒന്നും പറയാനില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. എന്നാലേ എനിക്കൊരു സന്തോഷമാകത്തുള്ളൂ. നിങ്ങളെ സബ്സ്ക്രൈബ് കിട്ടിയില്ലെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് എന്തായാലും ഇതുപോലൊന്നും ഉണ്ടാക്കി കാണിക്കാൻ വരാൻ പറ്റത്തില്ല. നിങ്ങൾ സഹായിക്കുക തന്നെ വേണം. കണ്ട നമ്മുടെ താളിപ്പ് കണ്ട. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. ഇച്ചിരിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നതായിരുന്നു, നമുക്ക് ഒന്ന് ആസ്വദിച്ച് കഴിക്കാമായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കുറച്ചേ ഉള്ളൂ കണ്ട. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തപ്പോൾ എല്ലാം പൂർണ്ണമായിട്ടുണ്ട്. നോക്കിക്കേ എങ്ങനെയുണ്ട്, കാണുമ്പോൾ തന്നെ ഒരു സൗന്ദര്യമല്ലേ. എനിക്കെപ്പോഴും വെള്ളരിക്കാന്നുള്ളതെങ്കിൽ തെറ്റി കുമ്പളങ്ങാന്നായി പോകും കേട്ടോ. കണ്ട അടിപൊളി താളിപ്പല്ലേ നമ്മുടെ. എങ്ങനെയുണ്ട്, ഒരു ഇച്ചിരി കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കൊഞ്ചില്ലാതെ ചെയ്യാം കേട്ടോ. അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. തട്ടി മറിഞ്ഞു പോയി. കണ്ടോ എങ്ങനെയുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താളിപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊന്നും ഇടാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. ഇതൊന്നും ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും കേട്ടോ. ഇത് ഗർഭിണി പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമേ.